കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പനുസരിച്ച് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രധാനമായും വടക്കൻ ജില്ലകളിലാണ് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടർന്നേക്കാം. ഓഗസ്റ്റ് 17-ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓഗസ്റ്റ് 18-ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് നിലനിൽക്കും. സാധാരണയായി യെല്ലോ അലർട്ട് എന്നത് 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. മലയോര മേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും താമസിക്കുന്നവർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ട്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപപ്പെട്ടേക്കാവുന്ന ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് പ്രധാന കാരണം. ഇതിന്റെ ഫലമായി കടലിൽ ശക്തമായ കാറ്റടിക്കാൻ സാധ്യതയുണ്ട്. കേരള തീരത്ത് ഓഗസ്റ്റ് 17 വരെയും കർണാടക തീരത്ത് ഓഗസ്റ്റ് 19 വരെയും ലക്ഷദ്വീപ് തീരത്ത് ഓഗസ്റ്റ് 18 വരെയും മത്സ്യബന്ധനം പൂർണ്ണമായും നിരോധിച്ചു. ഈ ദിവസങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചിലപ്പോൾ 60 കിലോമീറ്റർ വരെയും വേഗത്തിൽ കാറ്റടിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കണം. കൂടാതെ ഇന്ത്യയുടെ മറ്റു തീരപ്രദേശങ്ങളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഓഗസ്റ്റ് 16-ന് മധ്യ പടിഞ്ഞാറൻ, തെക്കുപടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യ കിഴക്കൻ അറബിക്കടൽ, തെക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാം. കൊങ്കൺ ഗോവ തീരം, ആന്ധ്രാപ്രദേശ് തീരം, ആൻഡമാൻ കടൽ, തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ, കന്യാകുമാരി തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാനും സാധ്യതയുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ സ്ഥിതി തുടർന്നേക്കാം. ഓഗസ്റ്റ് 17-ന് കൊങ്കൺ ഗോവ, തെക്കൻ മധ്യ ബംഗാൾ ഉൾക്കടൽ, മധ്യ പടിഞ്ഞാറൻ, തെക്കുപടിഞ്ഞാറൻ അറബിക്കടൽ, മധ്യ കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റടിക്കാം. ഓഗസ്റ്റ് 18-നും 19-നും തെക്കൻ ഗുജറാത്ത്, കൊങ്കൺ ഗോവ തീരം, തെക്കൻ മധ്യ ബംഗാൾ ഉൾക്കടൽ, മധ്യ പടിഞ്ഞാറൻ, തെക്കുപടിഞ്ഞാറൻ, മധ്യ കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിലും അതിശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പായി നൽകുന്നതാണ്. എല്ലാ മുൻകരുതലുകളും എടുത്ത് സുരക്ഷിതരായിരിക്കാൻ ശ്രമിക്കുക. അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സഹായം തേടാൻ ദുരന്ത നിവാരണ സേനയുമായി ബന്ധപ്പെടാവുന്നതാണ്. പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ സാഹചര്യത്തിൽ യാത്രകൾ കഴിവതും ഒഴിവാക്കുക. പ്രത്യേകിച്ചും മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ, നദികളിലും ജലാശയങ്ങളിലും കുളിക്കുന്നതും ഇറങ്ങുന്നതും ഒഴിവാക്കുക. മഴവെള്ളം കെട്ടിനിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക. ഇടിമിന്നലിനുള്ള സാധ്യതയുമുള്ളതിനാൽ തുറന്ന സ്ഥലങ്ങളിൽ നിൽക്കാതെ കെട്ടിടങ്ങൾക്കുള്ളിൽ അഭയം തേടുക. വീടുകൾക്ക് പുറത്തുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക. വൃക്ഷങ്ങൾക്ക് താഴെ നിൽക്കുന്നത് ഒഴിവാക്കുക. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഈ ദുരന്തങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. അതിനാൽ എല്ലാവരും സഹകരിച്ചു പ്രവർത്തിക്കുക. മഴ കനക്കുന്ന സാഹചര്യത്തിലും തണുപ്പും മഞ്ഞും നിറഞ്ഞ കാലാവസ്ഥ ആസ്വദിക്കാൻ മൂന്നാറിലേക്ക് നിരവധി സഞ്ചാരികളാണ് എത്തുന്നത്. സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുമ്പോഴെല്ലാം മൂന്നാറിന്റെ ശാപമായി മാറുകയാണ് ഗതാഗതക്കുരുക്ക്. ദിവസവും മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. മൂന്നാർ ടൗണിലും മാട്ടുപ്പെട്ടി റൂട്ടിലും രാജമല റൂട്ടിലുമാണ് ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ളത്. ടൗണിലെ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന നിരവധി സഞ്ചാരികളാണ് മറയൂരിലേക്കടക്കമുള്ള യാത്ര അവസാനിപ്പിച്ച് മറ്റു മേഖലകളിലേക്ക് പോകുന്നത്. കൊച്ചുകുട്ടികളും സ്ത്രീകളുമടക്കം ഗതാഗതക്കുരുക്കിൽപ്പെടുന്നതോടെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ മണിക്കൂറുകൾ പെരുവഴിയിൽ വാഹനത്തിൽ കഴിയേണ്ട സാഹചര്യവുമുണ്ട്.